ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാട്ടിൻപുറത്തുകാരുടെ ഒരു ഗുണങ്ങൾ കണ്ട വളപ്പിൽ തന്നെ ഉണ്ടായ കപ്പക്ക, നമ്മുടെ പപ്പായി ഇല്ലേ, കപ്പളങ്ങ എന്നൊക്കെ പറയുന്നത്, അത് അവിയലുണ്ടാക്കാൻ വേണ്ടി പോയി പറിച്ചതാണ്. ഇതാ ഒന്ന് പറിച്ചപ്പോൾ അത് പഴുത്തു, രണ്ടാമതും പറിച്ചപ്പോൾ അതും കൂടി പഴുത്ത് കിടക്കുകയെന്ന്. അപ്പം വേറൊന്നും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് പച്ചയായിട്ടുണ്ട് കേട്ടോ. ഇതാ എന്നാലും അതിൻ്റെ കുരുവെല്ലാം കണ്ട പഴുത്തിട്ട് അതും കൂടി മൂക്കാൻ തുടങ്ങുന്നുണ്ടായിന്. അപ്പോഴത്തേക്കും പറിച്ചത് നന്നായി. അതിൻ്റെ കുരുവില്ലേ, പഴുത്തതിൻ്റെ കുരുവെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ അടിയിടെല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ ആദ്യം നമുക്കിങ്ങനെ കപ്പക്ക പറിക്കണ്ടേ, അന്നേരം അത് അവിടെ കിടന്ന് മുളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കളയാണ്ട് ഞാൻ എല്ലാം പാകി കൊടുക്കും. പിന്നെ ഇതാ അവിയലിൻ്റെ കഷ്ണത്തിന് വേണ്ടിയിട്ട് നീളത്തിൽ കപ്പക്ക എല്ലാം അരിഞ്ഞെടുക്കുന്നത്. ഈ കപ്പക്ക കൊണ്ട് ഉണ്ടാക്കിയപ്പോഴും അവിയലിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കപ്പക്ക കൊണ്ട് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതാ കപ്പക്ക കഷ്ണങ്ങളെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തു. ഈ കയ്പ്പക്ക ഇടാത്ത, പാവക്ക ഇടാത്ത ഒരു പരിപാടിയും ഇല്ല കേട്ടോ. അവിയലാക്കുമ്പോൾ എനിക്ക് അവിയലിൽ എന്താ നിർബന്ധമായിട്ടും ഈ കയ്പ്പക്ക ഇടണം. പിന്നെ ഈ ബാക്കി കഷ്ണങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കയ്പ്പക്കയെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്ത് കപ്പക്കയും കയ്പ്പക്കയും എല്ലാം കൂടി തൈര് ഒഴിച്ചിട്ട് ഒരു അവിയൽ നിങ്ങളും ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എടുത്തത് ക്യാരറ്റാണ്. ഇതാ ക്യാരറ്റും കൂടി അതിൻ്റെ മേലെ വീഴുമ്പോൾ അല്ലേ ആകെ കളർഫുള്ളായി കേട്ടോ. വെള്ളയും പച്ചയും ഓറഞ്ച് കളറെല്ലാം ആയിട്ട് നല്ല രസമല്ലേ കാണാൻ. ഈ സാമ്പാറിൻ്റെ കഷ്ണവും അവിയലിൻ്റെ കഷ്ണമെല്ലാം അല്ലേ മുറിച്ചിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഒരു രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കോവക്ക എടുത്ത് മുറിച്ചിട്ട്, പച്ചക്കായ്, പച്ചപ്പയർ എല്ലാം മുറിച്ചിട്ട് നീളത്തിൽ മുറിച്ചിട്ട്, പിന്നെ ഇതാ നമ്മുടെ പച്ചക്കറിയുടെ രാജാവാണ് കേട്ടോ. ഇപ്പം ഇത് 400 രൂപ എന്നാണ് പറഞ്ഞത് മുരിങ്ങവാളിന്. അതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട്, മുരിങ്ങവാളി ഇപ്പോൾ ഇടുന്നില്ല, കുക്കറിൽ നിന്ന് ഇട്ടടിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ നല്ലപോലെ വെന്ത് പോന്നായിട്ട് മുരിങ്ങവാളിനെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങവാളി ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ സമയമായിട്ട് പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട്, കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇടുക, നല്ലൊരു കളറുണ്ടാവും അവിയലിന്. പിന്നെ ഇത്ര 1 കപ്പ് വെള്ളം വേണ്ട, 1/2 കപ്പ് മതി. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മതി, വേണമെങ്കിൽ 2 വിസിലടിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 വിസിൽ അടിച്ചിട്ടു. കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. കപ്പക്കയല്ല വേഗം വേവുന്നതല്ലേ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ, നല്ല കളറില്ലേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുരിങ്ങവാളില്ലേ നമ്മുടെ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മുരിങ്ങവാൾ ഒന്ന് വേവട്ടെ. പിന്നെ ഇതാ തേങ്ങ, ജീരകം, 3-4 പച്ചമുളക്, കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞുള്ളി, ചുവന്ന കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് തൈരും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അരവിലേക്ക് ഒരു വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കുമ്പോൾ നോക്കിയേ വെള്ളയും മഞ്ഞയും ചുവപ്പും എല്ലാം കൂടിയായിട്ട് എനിക്ക് അതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ അവിയലിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കുക. ആ തേങ്ങയെല്ലാം ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അതാ നല്ല സൂപ്പർ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് അതിലേക്ക് ഒരു കറിവേപ്പിലയുടെ തണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അവിയൽ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പച്ച വെളിച്ചെണ്ണ, നമ്മളെ മെയിനായ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് എല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അവിയൽ കറിയുടെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പം ഞാൻ കുറച്ച് ചൂട് ചോറും കപ്പക്ക പുളിങ്കറിയും അവിയലും പപ്പടും മുളക് കൊണ്ടാട്ടെല്ലാം എടുത്തിട്ട് ചോറുണ്ടോക്കട്ടെ. എല്ലാം ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ഒന്ന് ചെയ്യണം. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.